എന്റെ അമ്മോ, അങ്ങനെ ഇത് കിട്ടി. ഭീമൻ വന്നല്ലോ. രാവിലെ തന്നെ വായിലെന്താ? ഇത്രയും കാലം നിന്റെ കാലൊച്ച കേൾക്കുമ്പോ ഭൂമി കുലുങ്ങിയ പോലെ ഉണ്ടാകും. പക്ഷെ ഇപ്പോ ഇതെന്തു പറ്റി? എന്റെ അമ്മോ, എടാ എന്നെ ഒന്ന് പിടിക്ക്, ഞാനിപ്പോ പറക്കും. ഈശ്വര, ഇടത്തോട്ട് പറക്കാൻ നോക്കുമ്പോ വലത്തോട്ടാണല്ലോ ഞാൻ പോകുന്നത്. അമ്പടാ, ഇവനാണോ കാട് ഇത്രയും നേരം കുലുക്കിയത്? അപാരം തന്നെ. വാ 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 വാ. എനിക്ക് അപ്പോഴേ തോന്നി ഈ മടിയൻ എവിടെയെങ്കിലും കിടന്നുറങ്ങി ഇങ്ങനെ കൂർക്കം വലിക്കുകയായിരിക്കുന്നു. എന്താണ് ശബ്ദം? ഒരേ നേരമായി കേൾക്കുന്നു. പേടിയാകുന്നു. പോയി നോക്കിയിട്ട് വരട്ടെ. സോമ്പോ, സോമ്പോ, ഇതെന്താ ഇവൻ എണീക്കാത്തത്? ശരി, വഴിയുണ്ട്. അവൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ബോംബ് പൊട്ടിയാ പോലും അറിയാതെ ഉറങ്ങുന്നവൻ. ഓ, അത്ഭുതം തന്നെ. ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ആനക്കുട്ടൻ ഭീമോ വെള്ളമെടുക്കാൻ പോകുന്നതിനിടെ ഹിപ്പോ ഐസി വരുന്നു. മൂക്കിന്റെ നേരത്തിന് ഇങ്ങനെ കുത്തിക്കയറ്റണം. ഇതെന്താ ഇവൻ എണീക്കാത്തത്? ഭീമോ, അയ്യോ, സോറി മിസ്റ്റർ ഭീമോ. ആ, അത് നല്ലത്. ഞാൻ പോയി കുറച്ച് തേനീച്ചയെ കൂട്ടിക്കൊണ്ടുവരാം. തേനീച്ചയുടെ കുത്തുകൊണ്ടെങ്കിലും ഇവൻ എണീക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ആ, അതൊരു നല്ല ഐഡിയ ആണ്. ഓ, വേഗം വാ. വാട മോനെ, നമുക്ക് വേറൊരു സ്ഥലത്തിലേക്ക് പോവാട്ടോ. തേനീച്ചക്കുട്ട, പുറത്തേക്ക് വാടാ, ഒരു മുട്ടൻ പണിയുണ്ട്. അയ്യോ, രക്ഷിക്കണേ, തേനീച്ച കുത്തിന്റെ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. എടാ, നിന്റെ ഒരു അവിഞ്ഞ ബുദ്ധി കാരണം കുറെ തേനീച്ചയുടെ കുത്തു കൊണ്ടു. അത് പിന്നെ ഇത് ഒരു നടക്ക് പോകൂല. യുരിക, ഈ തീറ്റ പിശാചിന് ഉറക്കത്തിലും തിന്നുന്ന വിചാരം കാണും. കുഞ്ഞിക്കിളിയുടെ ബുദ്ധിയിൽ എന്തോ തെളിഞ്ഞിട്ടുണ്ട്. പറ. വേഗം നല്ല പെടക്കന മീന് കൊണ്ടുവരാം. അതിന്റെ മണത്തിൽ അവൻ തന്നെ എഴുന്നേൽക്കും. എന്തു പറയുന്നു? അതൊരു നല്ല ഐഡിയ ആണല്ലോ കുഞ്ഞിക്കിളി. അങ്ങനെ എമി പക്ഷി അടുത്തുള്ള പുഴയിൽ പോയി
കുറെ മീൻ പിടിച്ചു കൊണ്ടുവരുന്നു. നമസ്കാരം നമസ്കാരം. മീനെങ്കിൽ മീൻ. തോമസ് കുട്ടി വിട്ടോടാ.